വിവരമില്ലായ്മ, മണ്ടത്തരം, ഡബിൾ സ്റ്റാൻഡ്. ഈ മൂന്ന് പേർക്ക് ഇതല്ലാതെ വേറെ നല്ല വിശേഷണങ്ങൾ കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. പൈസ കൊടുത്ത് 150 രൂപ ഒരാൾക്കല്ലേ വോട്ട് ചെയ്യാൻ. ഒരു വോട്ടിന് 150 രൂപയെന്നാണ് ചേച്ചി കണക്ക് പറയുന്നത്. ബിഗ് ബോസിന്റെ ഒരു വീക്കിലെ ടോട്ടൽ വോട്ട് കൗണ്ട് ഏകദേശം 10 ലക്ഷം മുതൽ 20 ലക്ഷം വരും. അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് 15 ലക്ഷമാണ്. അനുമോൾ ടോട്ടൽ 8 തവണ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. 8 ഗുണം 15 1,20,00,000 അനുമോക്ക് കിട്ടിയ വോട്ടിന്റെ ആവറേജ് എന്ന് പറയുന്നത് 27% ആണ്. 1,20,00,000 27% എന്ന് പറയുന്നത് 32 ലക്ഷത്തിന് മുകളിൽ വരും. അതിൽ പാതി PR കൊടുത്ത വോട്ടാണ് എന്ന് കരുതുക. അത് തന്നെ 16 ലക്ഷം വരും. ഈ 16 ലക്ഷത്തിന് ഒരു വോട്ടിന് 150 രൂപ വെച്ച് കൊടുത്താൽ ഏകദേശം 24 കോടി വരും. ഇനി 100 വോട്ടിനാണ് 150 രൂപ എന്ന് പറഞ്ഞതെങ്കിൽ അത് തന്നെ 24 ലക്ഷം രൂപ വരും. വിവരമില്ലായ്മ ഒരു തെറ്റല്ല. ഇനി അടുത്തത്, ആഴ്ചത്തെ എവിക്ഷൻ എനിക്ക് അപ്പാൻ എവിക്റ്റ് ആയ ആഴ്ചയിൽ അങ്ങനെ ഒരു ബോട്ട് വോട്ടിങ്ങിലൂടെയാണ് അപ്പാൻ എവിക്റ്റ് ആയത്. എന്ത് കോൺഫിഡൻസോട് കൂടിയാണ് മണ്ടത്തരം പറയുന്നത് നോക്കി. വോട്ടോട്ട് കയറ്റി ഒരാളെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. ഒരാളെ എവിക്റ്റ് ചെയ്ത് കളയണമെങ്കിൽ അയാൾ ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും വോട്ട് കയറ്റി കൊടുക്കണം. അപ്പാനെ എവിക്റ്റ് ആയ ആ വീക്ക് ടോട്ടൽ 15 പേരാണ് നോമിനേഷനിൽ വന്നത്. ബാക്കിയുള്ള 14 പേർക്കും വോട്ട് കയറ്റി കൊടുത്താൽ മാത്രമേ അപ്പാനെ എവിക്റ്റ് ആവുകയുള്ളൂ. അത്രയും ബുദ്ധിമുട്ടി അപ്പാനെ എവിക്റ്റ് ആക്കി കളയാൻ അപ്പാനി അനുമോക്ക് അത്രയും വലിയ ശല്യം ആയിരുന്നു. ഒന്നാമത്തെ ദിവസം തൊട്ട് അനുമോക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുത്തതിൽ പ്രധാനി അപ്പാനിയാണ്. എന്തിനേറെ പറയുന്നു, 7ന്റെ പണി കെട്ടി ഒരു ഡേ ഫുൾ മിണ്ടാതിരിക്കണം എന്നുള്ള ടാസ്ക് കിട്ടിയപ്പോൾ പോലും അനുമോക്ക് സ്ക്രീൻ സ്പേസ് കുറഞ്ഞു എന്ന് എല്ലാവരും വിചാരിച്ചപ്പോൾ പോലും അപ്പാനി കാരണമാണ് അനുമോക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയത്. അങ്ങനെയുള്ള അപ്പാനിയെ ബുദ്ധിമുട്ടി ആരെങ്കിലും എവിക്റ്റ് ആക്കി കളയും എന്ന് തോന്നുന്നുണ്ടോ? എന്ത് കോൺഫിഡൻസോട് കൂടിയാണ് മണ്ടത്തരം പറയുന്നത് നോക്കി. ഇനി അടുത്തത്,